ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞു തരാവേ. അപ്പം അറിവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിവുള്ളവരാണ്. പക്ഷേ അത് വേണ്ട വിധം വിനിയോഗിക്കാത്തത് കൊണ്ട് അവർക്കറിവില്ല, ഇവർക്കറിവില്ല, നിങ്ങൾക്ക് വിവരമില്ല, വെള്ളിയാഴ്ച ഇല്ലെന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷേ നമ്മൾ പൊട്ടന്മാരും മണ്ടന്മാരും ഒക്കെ ആയിട്ട് അഭിനയിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ എല്ലാവരുടെയും കഴിവ്, എല്ലാവർക്കും കഴിവുള്ളവർ തന്നെയാണ്. ആരും മുമ്പിലും അല്ല, ആരും പുറകിലും അല്ല. അപ്പം ഞാനും അറിവിലും കഴിവിലും ഒന്നും മുമ്പിലുമല്ല, നിങ്ങളെ കഴിഞ്ഞ് പുറകിലുമല്ല. നമ്മളെല്ലാവരും സമാസമ. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാനേ അമ്പലത്തിൽ വെച്ച് ഒരു പുള്ളിക്കാരിനെ കണ്ടു. അപ്പോൾ എന്നെ കണ്ടു ഉടനെ ഓടി വന്നു, അയ്യോ രജനി വയലാറല്ലേ, ആ വീഡിയോകളൊക്കെ കാണാറുണ്ട്, ഞങ്ങൾ ചെയ്യാറുണ്ടെന്ന് പുള്ളിക്കാരി പറഞ്ഞില്ല, വീഡിയോ കാണാറുണ്ടെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം കേട്ടോ, എന്നെ കണ്ടപ്പോൾ എൻ്റെ വീഡിയോ കാണാറുണ്ട് എന്ന് പറഞ്ഞതിലെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരിയോട് ഞാൻ ചോദിച്ചു എന്താണ് ജോലി, എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചവൻ പറഞ്ഞു ഞാനൊരു ചെമ്മീൻ കമ്പനിയിൽ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പഠിച്ചതാന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ അപ്പൻ്റെ ചേട്ടൻ്റെ മോന് എല്ലാ കാര്യങ്ങൾക്കും അറിയാം, പുള്ളി പറയാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും പുള്ളി വന്ന് പറയുന്നില്ലല്ലോ, പുള്ളിക്ക് സുഖമില്ലെന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്, അത് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ പറയുന്നതാണെന്നൊക്കെ എന്നോട് നേരിട്ട് തന്നെ ചോദിച്ചു. എനിക്ക് ആ ചോദ്യം ഉണ്ടല്ലോ വളരെയധികം സന്തോഷമായിട്ടാണ് തോന്നിയത്. കാരണം അവർ ഒളിച്ചും പാത്തും ഒന്നും പറഞ്ഞില്ല, അവർ സത്യസന്ധമായിട്ട് തന്നെയാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ സുഖമില്ല എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്, പക്ഷേങ്കിൽ ഇപ്പോൾ കാര്യങ്ങളൊന്നും പറയാനോ ചെയ്യാനോ തുടങ്ങിയിട്ടില്ല, പുള്ളിയുടെ വൈഫ് പ്രശ്നമാണ്, അതുകൊണ്ട് തുടങ്ങിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് പുള്ളി ഇരിക്കുകയാണ്, അതിൻ്റെ റെസ്റ്റിലാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് തന്നെ. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് കുടുംബത്തിലെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ, മക്കളൊക്കെ എന്തെടുക്കുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കും ഇങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ആ പ്രശ്നത്തിനൊരു പരിഹാരം എന്നോടൊരു വ്യക്തി പറഞ്ഞു തന്നത് ഞാൻ അതേ രീതിയിൽ ചെയ്തപ്പം എനിക്ക് എൻ്റെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം ഉണ്ടായി, ഇപ്പോൾ സന്തോഷമായിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു, ഞാൻ പറഞ്ഞല്ലോ അറിവിലാരും പുറകോട്ടുമല്ല മുമ്പോട്ടുമല്ലെന്ന്. അപ്പോൾ എനിക്കറിയാൻ മേലാത്ത കാര്യം ഒരാളോട് ചോദിച്ചു മനസ്സിലാക്കുന്നതിൽ എനിക്ക് ഒരു കുറച്ചിലുമില്ല. അപ്പം പുള്ളിക്കാർ പറഞ്ഞു തന്നു, നിങ്ങൾ ഇന്നത് പോണക്കാണ് ഞാനത് ചെയ്തത്, നിങ്ങൾ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ, കാരണം എന്നെ പോണക്ക് തന്നെ കഷ്ടപ്പെടുന്നവരല്ലേ അവരും എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാർ ഇത്രയേ പറഞ്ഞുള്ളൂ. എൻ്റെ വീട്ടിലെപ്പോഴും പുള്ളി കൂടിയും കഴിഞ്ഞ് വന്ന് ബഹളവും ഒച്ചപ്പാടുമായിരുന്നു, ഒരു രൂപ പോലും വീട്ടിൽ തരാറില്ല, പിള്ളേരുടെ കാര്യം ഞാൻ തന്നെയാണ് നോക്കുന്നത്, എനിക്ക് 3 പെൺപിള്ളേരാണ്, അപ്പോൾ സ്കൂളിൽ വിടാനോ അല്ല കോളേജിൽ വിടാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല, കാരണം എനിക്കും എന്നും തന്നെ അസുഖമായിരുന്നു, 2 ദിവസം കമ്പനിയിൽ പോയാൽ പിന്നെ 4 ദിവസം പോകാൻ മേല, എല്ലാം കഷ്ടകാലം. പിന്നെ അതുപോലെ തന്നെ മിക്കവാറും പാമ്പ് അങ്ങോട്ട് വീട്ടിലോട്ട് കയറി, രാത്രി കിടന്നുറങ്ങാനൊക്കെ പേടിയായിരുന്നു പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്നിട്ട് എന്താ ചെയ്ത്, എന്താണ് ആ പറഞ്ഞു തന്നെ ആൾ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം മറ്റൊന്നുമല്ല, ഞങ്ങൾ ഓരോ രൂപ കോയിൻ എടുത്തിട്ട് പിള്ളേരുടെ തലയിൽ എല്ലാ ദോഷങ്ങളും മാറണേ, എനിക്ക് മറ്റ് മാർഗങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞ് ഓരോ 3 കുഞ്ഞുങ്ങളുടെയും തലയിലൊഴിഞ്ഞ്, അതായത് ഓരോ കർച്ചീഫ് മേടിച്ചെന്ന് പറഞ്ഞു, പുതിയ തുണിയെ മേടിച്ചിട്ട് 3 പിള്ളേരുടെയും തലയിൽ ഇങ്ങനെ ഓരോ രൂപ കോയിൻ വെച്ച് 3 കർച്ചീഫിൻ്റെ അകത്ത് പൊതിഞ്ഞ് കെട്ടിയെന്ന് പറഞ്ഞു. എന്നുവെച്ചിട്ട് ആദ്യമേ 3 ചെയ്തോളെന്ന് പറഞ്ഞു. എന്നുവെച്ചിട്ട് എല്ലാ കഷ്ടകാലങ്ങളും ഇതോടുകൂടി എനിക്ക് ഒഴിവായി പോകണം, എനിക്ക് മറ്റു മാർഗ്ഗമില്ല, ഞാൻ എൻ്റെ ഭഗവതിയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചേച്ചിട്ട്. അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത ആൾ പറഞ്ഞു നിങ്ങളങ്ങ് പോകണം, 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ നിങ്ങൾ നടന്ന് തന്നെ പോകണം, നടന്നു പോകുന്ന വഴിക്ക് നിങ്ങളങ്ങ് മടുത്തിട്ട് അങ്ങ് നിൽക്കുമല്ലോ, ആ നിൽക്കുന്ന സമയത്ത് ഒരു കർച്ചീപ്പ് യാദൃശ്യമായിട്ട് ആ ഇടുന്നിടത്ത് അങ്ങ് ഇട്ട് കളഞ്ഞേക്കണം എന്ന് പറഞ്ഞു. വീണ്ടും നിങ്ങൾ കുറേ ഇടം നടക്കുക, നടന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു കർച്ചീപ്പ് അങ്ങ് കളയുക, അങ്ങനെ 3 അങ്ങിട്ടങ്ങ് കളഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അതെന്ന് വെച്ചിട്ട് നിങ്ങളിത് തിരിഞ്ഞ് നോക്കാനോ പിന്നെ ഇതെടുക്കാനോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒന്നും പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 7 ദിവസം കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞു. അതിനോട് പറഞ്ഞു അത് ഉറപ്പായ ഒരു കാര്യമായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ മൂത്ത കൊച്ചിന് ചെറുതെങ്കിലും ഡെയിലി ബേസിൽ ബാങ്കിലൊരു ജോലിക്ക് കൊച്ച് കയറി, മറ്റ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അങ്ങ് മാറി, പാമ്പ് കയറുന്ന ആ ഒരു ശല്യം അങ്ങ് ഒഴിവായി. പുള്ളിക്കാരി മൂത്ത കൊച്ചിന് ജോലി കിട്ടണം എന്നായിരുന്നു ഒന്ന് ഓർത്തത്, ഒന്ന് വീട്ടിലെ പാമ്പിൻ്റെ ശല്യം മാറണമെന്നായിരുന്നു, പിന്നെ ഒരു കൊച്ചിന് ഇച്ചിരി ഒരു വിഷാദ രോഗത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതും ഒന്ന് മാറണം, ഇത് 3 കാര്യമാണ് ഓർത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ട് ഇതിനെല്ലാവർക്കും നല്ല മാറ്റം കിട്ടിയെന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞപ്പോൾ ഇവർ ഓർത്തെന്ന് പറഞ്ഞു ഈ പുള്ളിക്കും ഇങ്ങനെയൊന്ന് ചെയ്തേക്കാം എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. പുള്ളിക്കാരി കൂടി നിർത്തണമെന്നോ മറ്റു കാര്യങ്ങളൊന്നും ഓർത്തില്ല. ഈ പുള്ളിയുടെ കുടുംബത്തിലുള്ള അലമ്പൊന്ന് മാറിയിട്ട് കുടുംബത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാകണം എന്നോർത്ത് പുള്ളി നോർമലിലിരിക്കുന്ന അവസ്ഥയിൽ ഇതൊന്നും തലയ്ക്ക് ഒഴിയാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി കിടന്നുറങ്ങിയ സമയത്ത് തലയ്ക്ക് ഒഴിഞ്ഞ് ഈ ഒരു കർച്ചീഫിൻ്റെ അകത്ത് ഇതേമാതിരി ചെയ്ത് പുള്ളിക്കാരിയുടെ തലയ്ക്കും ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഒരു കർച്ചീഫിൻ്റെ അകത്ത് ഇതുപോലെ കെട്ടിയിട്ട് മറ്റൊരു ദിവസം ഇതേ രീതിയിൽ പോയിക്കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞു. പുള്ളിക്കാരുടെ ശരീരത്തു നിന്ന് എന്തോ ഒന്ന് ഊർന്നിറങ്ങി പോകുന്നത് പോലെ ശരീരത്തിന് നല്ലൊരു ഉണർവും ഉന്മേഷവും ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലെ പുള്ളിക്കാരനും പിന്നെ ഇപ്പം വല്ലപ്പോഴും വല്ല വിശേഷ ദിവസങ്ങളിലെങ്ങാനും ഒന്ന് കുടിച്ചെങ്കിലായി ഇപ്പം കുടുംബത്ത് ഭയങ്കര സന്തോഷവും സമാധാനമായി. വീട് പണിത് ഒരു ഷെഡിലായിരുന്നെന്ന് പറഞ്ഞു, വെള്ളം കയറി കിടക്കുന്ന ഒരു ഷെഡിൽ കിടന്നു. ഇപ്പം പഞ്ചായത്തുകാർ അനുവദിച്ചിട്ടൊരു വീട് പണിതെന്ന് പറഞ്ഞു. ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകണം. പുള്ളിക്കാരിക്ക് വലിയ അസുഖമോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ദിവസവും കമ്പനി പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. മറ്റ് 2 പിള്ളേർ, ഒരാൾ കോളേജിൽ പോകുന്നു, ഒരാൾ 10ാം ക്ലാസ്സിലായുള്ളെന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കുണ്ട്. ഞാൻ പല നേർച്ചകളും കാഴ്ചകളും ഒക്കെ ചെയ്തിട്ടുണ്ട്, ജ്യോത്സ്യന്മാരെയൊക്കെ പോയി കണ്ടിട്ടുണ്ട്. എനിക്കിതൊന്നിലും ഒരു കാര്യം എനിക്ക് നടന്നിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം കിട്ടി. ചേച്ചി, ഞാനൊരു വളരെ സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ചേച്ചി, ഇത് ആർക്കെങ്കിലും നിങ്ങളൊരു വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ചെയ്തില്ല, ആർക്കെങ്കിലും എന്നെ പോണൊക്കെ ഒരു അവസ്ഥയെ കൂടെ പോകുന്നവർക്ക് ഇതൊരു ഉപകാരമായിരിക്കട്ടെ. അതുകൊണ്ടാണ് ചേച്ചി ഞാനിത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞു വളരെ നന്ദി കേട്ടോ, ഇത് പറഞ്ഞു തന്നതിൽ. ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനിതൊരു വീഡിയോ പോലെ തന്നെ ചെയ്യും, നിങ്ങളുടെ അനുവാദത്തോടു കൂടി തന്നെയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പിള്ളേരെയും ചേട്ടനെയൊക്കെ എൻ്റെ അന്വേഷണം അറിയിക്കണം, എന്നെ കണ്ടെന്നും പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ നമ്പറും മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇന്നിപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചിട്ട് പറയും ഇന്നതുപോലെ ഞാനിന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. എൻ്റെ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ പുള്ളിക്കാരിയെ പോലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സമയദോഷവും അല്ലെ കുടുംബ പ്രശ്നവും ഒക്കെ ഉള്ളവരെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കും. ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, എനിക്കിതിൽ അനുഭവമില്ല. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിത് ഫലപ്രദമായി തോന്നിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. കാരണം ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമാകാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.